ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് 2 മുട്ടയും ഒരു സവാളയും കേട്ടോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിൽ ടൊമാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം ഒന്നും ചേർക്കുന്നില്ല. ചേർക്കണം എന്നുള്ളവർ ചേർക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ഇതിൽ വരുന്ന കുമിളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ, അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അവിടെ കനം കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഒരേപോലെ കനത്തി കിട്ടാൻ വേണ്ടിയിട്ട് ആ കുമിളയൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഭാഗമായി കഴിഞ്ഞിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കും പോലെ മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമ്മൾ മറിച്ചിട്ട് രണ്ടാമത്തെ ഭാഗവും ഒന്ന് ആക്കിയെടുക്കണം. ഇതായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു സ്ക്വയർ ഷേപ്പ് പോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലോ അല്ലെങ്കിൽ റൗണ്ട് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം. ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ ആയിട്ടാണ് എടുക്കുന്നത്. ചെറിയ ടാപ്പോ അല്ലെങ്കിൽ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടും നല്ല വൃത്തിയായിട്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് കടലപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ്. അത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/2 ഗ്ലാസ് കടലപ്പൊടി. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റ് ആണ് കേട്ടോ വേണ്ടത്. തിക്കായിട്ടുള്ള ഒരു മാവാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഴിമുട്ട പൊരിച്ചതുണ്ടല്ലോ ഇതിൽ മുക്കിയിട്ട് നല്ലപോലെ മസാല ആക്കിയതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട്, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണെന്ന് വെച്ചാൽ അതായാലും കുഴപ്പമില്ല, അതിലിട്ടിട്ട് നല്ലപോലെ പൊരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ടൈം ഒന്ന് വേവണം, ഇല്ലെങ്കിൽ ഒരു പച്ചച്ചുവ പോവില്ല. ഈ മൈദപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും. അപ്പോൾ കടലപ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ടു മൈ ചാനൽ. ബൈ ബൈ.